പേരാൾ അബ്ദുൾ സലാം വധക്കേസിൽ ശിക്ഷാവിധി 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് ജീവപര്യന്തവും 1.5 ലക്ഷം രൂപ പിഴയുമാണ്. കാസർഗോഡ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. സാരംഗ് സുരേഷ് ഉണ്ട് വിവരങ്ങളുമായി. സാരംഗ്, ഈ ശിക്ഷാവിധിയുടെ മറ്റ് വിശദാംശങ്ങൾ എന്താണ്? ജയലക്ഷ്മി, 2017 ഏപ്രിൽ 30 വൈകിട്ടാണ് ഇത്തരത്തിൽ പേരാൾ സ്വദേശിയായ അബ്ദുൽ സലാം വീടിന് തൊട്ടടുത്തുള്ള പ്രദേശത്തെ ഗ്രൗണ്ടിൽ വെച്ച് കൊല്ലപ്പെടുന്നത്. മണൽക്കടത്ത് സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയുടെ ഭാഗമായാണ് സലാമിന് ജീവൻ നഷ്ടപ്പെടുന്നത്. നേരത്തെ ഒരു കൊലപാതക കേസിലെ പ്രതിയായിരുന്ന സലാം ഇപ്പോൾ കേസിലെ 1-ാം പ്രതിയായിരിക്കുന്ന ശിക്ഷ ലഭിച്ചിരിക്കുന്ന സിദ്ദിഖിന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. ആയുധം ചൂണ്ടിക്കാണിച്ചായിരുന്നു ഭീഷണി ഉണ്ടായിരുന്നത്. ഇതേ തുടർന്നുണ്ടായ വാക്കുതർക്കത്തിനൊടുവിലാണ് സലാമിന്റെ തലയറത്ത് സലാമിനെ ഈ സംഘം കൊലപ്പെടുത്തിയത്. അതിനുശേഷം തല ഫുട്ബോളിന് സമാനമായ രീതിയിൽ 50 മീറ്റർ അകലേക്ക് തട്ടിമാറ്റി എന്നതായിരുന്നു കേസ്. ഇപ്പോൾ എന്തായാലും ഏറെ ആളുകൾക്കൊടുവിൽ ഇപ്പോൾ വലിയ തോതിൽ കാസർഗോഡ് മുഴുവൻ ചർച്ചയായ, കേരളം മുഴുവൻ ചർച്ചയായ രീതിയിൽ അത്രയും ബ്രൂട്ടലായിരുന്ന ഒരു കൊലപാതകത്തിന്റെ വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ കേസിലെ 1-ാം പ്രതി മുതൽ 6-ാം പ്രതി വരെയുള്ള പ്രതികൾക്ക് ജീവപര്യന്തവും അതുപോലെ 1.5 ലക്ഷം രൂപ പിഴയുമാണ് കോടതി വിധിച്ചിരിക്കുന്നത്. ഇതിൽ വിവിധ സെക്ഷനുകൾ ചേർത്തിട്ടുണ്ട് എന്നതും നിർണായകമായ ഒരു കാര്യമാണ്. വിശദമായ വിധിപ്പകർപ്പ് ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. മാത്രമല്ല, കേസിൽ തെളിവുകൾ നശിപ്പിക്കാൻ സഹായിച്ചു എന്ന പേരിൽ കേസിൽ പോലീസ് ഉൾപ്പെടുത്തിയിരുന്ന 7-ാം പ്രതിയെയും 8-ാം പ്രതിയെയും കോടതി വെറുതെ വിട്ടിരിക്കുന്നു എന്നതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. എന്തായാലും പ്രതിഭാഗം ഇനി ഹൈക്കോടതിയിലേക്ക് നീങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇനി വിധിപ്പകർപ്പ് വന്നതിന് ശേഷം എന്തായാലും അവരുടെ ഭാഗത്ത് നിന്നുള്ള വിശദമായ ഒരു നടപടി ഉണ്ടാവുകയുള്ളൂ. എന്തായാലും സലാമിന്റെ കുടുംബം ഇത്തരത്തിലൊരു നഷ്ടപരിഹാര തുക വേണ്ട എന്ന് നേരത്തെ തന്നെ കോടതിയിൽ അറിയിച്ചിരുന്നതാണ്. ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഇനി ഒരു കാലത്ത് നേരത്തെ കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡിവൈഎസ്പി മനോജ് പറഞ്ഞതുപോലെ ഏറെ കാലമായി കാസർഗോഡിന്റെ ഉത്തരഭാഗങ്ങളിൽ, വടക്കൻ ഭാഗങ്ങളിൽ ഏറെ കാലമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾക്ക് ഇപ്പോൾ ഒടുക്കമുണ്ടാവുകയാണ്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്രിമിനൽ സംഘങ്ങൾ തമ്മിലുള്ള ഒരു തമ്മിലടി അവസാനിക്കുന്നതിന് അത്തരക്കാർക്കുള്ള ഒരു ശക്തമായ കർശനമായ ഒരു താക്കീതാണ് ഇപ്പോൾ. അങ്ങനെയാകട്ടെ, അവിടുത്തെ ഗുണ്ടാ സംഘങ്ങൾ ഉൾപ്പെടെയുള്ള അത്തരം ക്രിമിനൽ കേന്ദ്രങ്ങളിൽ ഒരു തിരിച്ചടി ഉണ്ടാക്കുന്ന തരത്തിൽ തന്നെ ഈ ശിക്ഷ വരികയാണെങ്കിൽ അത് തന്നെ ഉത്തര മലബാറിലെ അക്രമ സംഭവങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടി കഴിയുമെന്ന ആത്മവിശ്വാസമാണ് പോലീസിനുള്ളതാണ് സാരംഗ് പറഞ്ഞത്.